ഹായ് ഓൾ, അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനലിന്റെ നെയിം ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൂപ്പൻ താടി വിത്ത് ഗായത്രി എന്നാക്കിയിട്ടുണ്ട്. സോ നിങ്ങൾ അതൊന്ന് നോട്ടീസ് ചെയ്യണം. അപ്പോൾ എനിക്ക് ഇന്ന് നമ്മൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് ഏറ്റവും ഭയങ്കര സന്തോഷമായിട്ടുള്ള ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്തിൻ 10 days നമ്മൾ 300+ സബ്സ്ക്രൈബേഴ്സ് ചേർന്ന ഒരു ഫാമിലി ആയി മാറിയിരിക്കുകയാണ്. സോ എനിക്ക് അതിൽ നിങ്ങളോട് ഓരോരുത്തരോടും താങ്ക്സ് പറയാനുണ്ട്. നിങ്ങൾ ഓരോരുത്തരുടെയും സബ്സ്ക്രിപ്ഷൻ ആണ് ഈ ചാനൽ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയൊരു ഫാമിലിയാക്കി എനിക്ക് മാറ്റാൻ പറ്റിയത്. സോ താങ്ക് യു ഓൾ ഫ്രം ദി ബോട്ടം ഓഫ് മൈ ഹാർട്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇന്ന് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പം നമ്മളെല്ലാവരും ഒരു ഗസ്റ്റാണ് അല്ലേ? അതായത് നമ്മൾ ആരുടെയെങ്കിലും വീട്ടിൽ നമ്മളൊരു ഗസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിലും കുറേ ഗസ്റ്റുകൾ വരും അല്ലേ? സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഗസ്റ്റായി പോകുന്ന നമ്മളും അതേപോലെ നമ്മളുടെ വീട്ടിലേക്ക് വരേണ്ട ഗസ്റ്റും ചെയ്യാൻ പാടില്ലാത്ത ചില ആക്ടിവിറ്റീസിനെ പറ്റിയാണ് നമ്മൾ നമ്മുടെ ചാനലിൽ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഗസ്റ്റുകൾ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എനിക്കിതിൽ ഫസ്റ്റ് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു വീട്ടിലേക്ക് ഗസ്റ്റായിട്ട് പോവുകയാണെങ്കിൽ ദയവ് ചെയ്ത് അവരുടെ കോൺഫിഡൻഷ്യലായ മാറ്റേഴ്സ്, അതായത് അവരുടെ മാത്രം പ്രൈവറ്റ് ആയിട്ട് അവർ സൂക്ഷിക്കുന്ന കാര്യങ്ങളെ പറ്റി നിങ്ങൾ ചോദിക്കാതിരിക്കുക. ഫോർ എക്സാമ്പിൾ, ആ വീട്ടിലെ കുട്ടികളുടെ മാർക്ക്, എക്സാം റിസൾട്ടുകൾ, അതുപോലെ തന്നെ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ജോലി കിട്ടിയോ ഇല്ലയോ, അല്ലെങ്കിൽ കല്യാണം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് കല്യാണം ആയോ ഇല്ലയോ, ഫിക്സ് ആയോ, അല്ലെങ്കിൽ ജസ്റ്റ് മാരീഡ് ആയ ആൾക്കാർക്ക് വല്ല ഗുഡ് ന്യൂസും പറയാനുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ചുഴുന്ന് ചോദിക്കാതിരിക്കുകയാണ്. ഇറ്റ്സ് വെൽ ആൻഡ് ബെറ്റർ ദാറ്റ്. അതായത് ഇതൊക്കെ ഒരാളുടെ തീർത്തും കോൺഫിഡൻഷ്യലായ മാറ്റേഴ്സ് ആണ്. ആൻഡ് അവരുടെ പ്രൈവറ്റ് ആയ കാര്യങ്ങൾ, അതായത് അവർ മാത്രം ഡിസിഷൻ എടുക്കേണ്ട ചില ഏരിയ ഓഫ് ലൈഫാണ് സത്യം പറഞ്ഞത്. അതിൽ നമ്മൾ ഒരിക്കലും പോയി അതിനെപ്പറ്റി അതിൻ്റെ പ്രോസസ്സ് എന്തായിരുന്നോ അങ്ങനെ നമ്മൾ ചോദിക്കാൻ നിൽക്കരുത്. കാരണം ഇത് അവരിൽ എത്രത്തോളം ഡിസ്കംഫർട്ട് ഉണ്ടാക്കും എന്നുള്ളത് നമുക്ക് സത്യം പറഞ്ഞാൽ ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ നാളെ ഒരു വീട്ടിൽ ഗസ്റ്റായി പോകുമ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ ചെയ്യാതിരിക്കുക. അഥവാ ഇങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും അതൊരു തീരുമാനത്തിലേക്കോ അല്ലെങ്കിൽ ഒരു ഡിസിഷനിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ തന്നെ നമ്മളെ അറിയിക്കും. സോ അതുവരെ നിങ്ങൾ അതിനെപ്പറ്റി ചോദിക്കാതെ ഇരിക്കുക എന്നുള്ളതാണ് ഗസ്റ്റായിട്ട് നിങ്ങളൊരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ നിങ്ങൾ കീപ്പ് ചെയ്യേണ്ട ഏറ്റവും ഫസ്റ്റ് മാനേഴ്സ്. പിന്നെ സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, നമ്മളെല്ലാവർക്കും നമ്മുടെ ഒരു വേ ഓഫ് ലിവിങ് ലൈഫ് ഉണ്ട് അല്ലേ? അതായത് നമുക്ക് നമ്മുടെ ലൈഫിനെ പറ്റി പല പ്ലാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ അത് ഫിനാൻഷ്യലി ആയാലും അതെ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് വൈസ് ആയാലും അതെ, നമ്മുടെ ലൈഫിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പ്ലാൻ ഉണ്ട്. അത് എല്ലാവർക്കും ഒരേ പ്ലാൻസ് ആയിക്കൊള്ളണം എന്നില്ല. ഇപ്പോൾ അത് ഒരേ ഫാമിലിയിലുള്ള അംഗങ്ങൾക്ക് അത് വ്യത്യാസമായിട്ട് വരാറുണ്ട് അല്ലേ? സോ നമ്മൾ ചിലപ്പോൾ നമ്മളുടെ പ്ലാൻ വർക്കൗട്ട് ചെയ്താൽ നമുക്ക് സക്സസ് ആയിട്ടുണ്ടാവും, ചിലപ്പോൾ അത് വേറൊരാൾക്ക് അത് സക്സസ് ആയിരിക്കില്ല. സോ ഒരിക്കലും നിങ്ങൾ ഗസ്റ്റായി കയറി ചെല്ലുന്ന ഒരു വീട്ടിലെ ആൾക്കാരോട് നിങ്ങളുടെ വർക്കൗട്ടായ പ്ലാൻസ് അവരിലേക്ക് അഡ്വൈസ് ചെയ്ത് അത് അവരിലേക്ക് ഏൽപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും സെക്കൻഡ് തിങ് ആയിട്ട് നിങ്ങൾ കീപ്പ് ചെയ്യേണ്ട മാനേഴ്സ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ലീഡ് ചെയ്തുകൊണ്ടിരുന്ന ലൈഫ്, നമ്മുടെ പ്രിഫറൻസ്, നമ്മുടെ രീതികൾ എല്ലാം വ്യത്യാസമാണ്. അത് വേറൊരാൾക്ക് അത് സെയിം ആവണം എന്നില്ല. സോ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് വർക്കൗട്ടായ പ്ലാൻസോ അല്ലെങ്കിൽ നിങ്ങൾ ലൈഫിൽ കീപ്പ് ചെയ്ത റൂൾസോ ഇതൊന്നും അവരിലേക്ക് ഒരു അഡ്വൈസ് എന്നുള്ള രീതിയിലേക്ക് അവർ ചോദിക്കാതെ നിങ്ങളത് ഏൽപ്പിക്കാതിരിക്കുക. അഥവാ അവർ അഡ്വൈസിനായിട്ട് ആവശ്യപ്പെട്ടാൽ ഓക്കെ, വെൽ ആൻഡ് ഗുഡ്, നിങ്ങളുടെ ഐഡിയാസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വർക്കൗട്ടായ പ്ലാൻസ് അവരിലേക്ക് എത്തിക്കാം. ആൻഡ് അവർക്ക് അതൊരു സക്സസ് കാണാൻ, അവർക്കത് എടുക്കാൻ ഇതുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കത് യൂസ് ചെയ്യാം, ആ സക്സസിലേക്ക് എത്തിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഇതിലേക്ക് ഗസ്റ്റിലേക്കോ അല്ലെങ്കിൽ ഗസ്റ്റായിട്ട് കയറി ചെല്ലുന്ന വീട്ടിലേക്കോ അല്ലെങ്കിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ആൾക്കാരുടെ മുന്നിൽ ഒരിക്കലും നമ്മുടെ പ്ലാൻസ് അവരിലേക്ക് അഡ്വൈസ് എന്ന രീതിയിൽ അടിച്ചേൽപ്പിക്കാതിരിക്കുക. സെക്കൻഡ് തിങ് നിങ്ങൾ മൈൻഡിൽ സൂക്ഷിക്കേണ്ടത് ഇതാണ്. ഇനി നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത്, നമ്മളെല്ലാവരും ഒരു സഭയിലിരിക്കുന്ന സമയത്ത് നമ്മൾ യൂഷ്വലി തമാശകളൊക്കെ പറയാറുണ്ടല്ലേ? പക്ഷേ നിങ്ങൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും മറ്റൊരാളെ വേദനപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങളുടെ തമാശകൾ എത്തരുത് എന്നുള്ളത് നിങ്ങൾ എപ്പോഴും സൂക്ഷിക്കേണ്ട കാര്യമാണ്. അതായത് അടുത്തിരിക്കുന്ന ആൾ കുറച്ച്
നിറം ആയ ആളാണെങ്കിലോ അല്ലെങ്കിൽ കുറച്ച് വണ്ണം കൂടിയ ആളാണെങ്കിലോ അല്ലെങ്കിൽ വണ്ണം കുറഞ്ഞ ആളാണെങ്കിലോ അവനെ ആന എന്ന് പറഞ്ഞിട്ടും അല്ലെങ്കിൽ ബലൂൺ എന്ന് പറഞ്ഞിട്ടും അല്ലെങ്കിൽ കൊട അല്ലെങ്കിൽ പെൻസിൽ എന്നൊക്കെ പറഞ്ഞിട്ടും അല്ലെങ്കിൽ കാക്ക എന്ന് വിളിച്ചിട്ടും ഈ രീതിയിലൊന്നും ഒരു തമാശ നിങ്ങൾ കൊണ്ടുവരാതെ ഇരിക്കുക. കാരണം ഒരു ഗ്രൂപ്പിനകത്ത് ഇരിക്കുമ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ശ്രദ്ധിക്കും. നിങ്ങൾ ഈ രീതിയിൽ തമാശ പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാവുന്ന മനോവിഷമം എത്രയാണ് എന്നുള്ളത് അത് നാളെ നമ്മളിലേക്ക് വരുമ്പോഴേ അതിൻ്റെ ഇൻറ്റൻസിറ്റി ശരിക്കും പറഞ്ഞാൽ നമുക്കത് മനസ്സിലാവുള്ളൂ. സോ നിങ്ങൾ തമാശകൾ പറയുമ്പോൾ അത് എപ്പോഴും ഒരു ഹെൽത്തി ജോക്സ് ആവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അതൊരിക്കലും മറ്റൊരാളെ വിഷമപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. നെക്സ്റ്റ് തിങ് നിങ്ങൾ സൂക്ഷിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇതേപോലെ ഒരു വീട്ടിൽ ഗസ്റ്റായി പോയി ചെല്ലുമ്പോൾ അവിടുത്തെ ആൾക്കാരോട് നിങ്ങൾ നിങ്ങളെ പറ്റിയോ അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റ് റിലേറ്റീവ്സിനെ പറ്റിയോ അല്ലെങ്കിൽ നിങ്ങളുടെ കോണ്ടാക്ട്സിലുള്ള ആൾക്കാരെ പറ്റിയോ നിങ്ങൾ ഓവർ ബൂസ്റ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു വീട്ടിൽ ഗസ്റ്റായി പോകുമ്പോൾ അവർക്ക് നിങ്ങളെപ്പറ്റി കുറച്ച് ഒരു 20% നിങ്ങളെ പറ്റിയുള്ള അറിവുണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളൊരു സ്ഥിതിയിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളെ പറ്റി ബൂസ്റ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. കാരണം ഇന്നത്തെ നമ്മളുടെ ലോകത്ത് ആർക്കും ആരെ പറ്റിയും ഓവർ ബൂസ്റ്റിംഗ് കേൾക്കുന്നത് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെടില്ല. അത് നമുക്കത് ഭയങ്കര മുഷിപ്പുണ്ടാക്കുകയാണ് സത്യം പറഞ്ഞാൽ ചെയ്യാറുള്ളത്. സോ നിങ്ങൾ അത് ചെയ്യാതിരിക്കുക. കാരണം അതായത് പിന്നീട് നമ്മളോടുള്ള ഒരു കോൺവെർസേഷൻ കണ്ടിന്യൂ ചെയ്യാൻ തന്നെ അവർക്ക് വളരെ ബുദ്ധിമുട്ടും അവർക്കൊരു ഒട്ടും താല്പര്യമില്ലാത്ത അവസ്ഥയിലേക്കായിരിക്കും പോകുന്നത്. സോ നിങ്ങൾ ഒരാളടുത്ത് സംസാരിക്കുന്ന സമയത്ത് നോർമൽ ടോക്സിലേക്ക് പോവുക. അതല്ലാതെ നിങ്ങളിലുള്ള ഇതിനെപ്പറ്റി കഴിവുകളെ പറ്റിയും ഇതിനെപ്പറ്റിയൊന്നും ഓവർ ബൂസ്റ്റ് ചെയ്യാതിരിക്കുക. അത് നിങ്ങൾക്ക് ശരിക്കും ആ കഴിവുകൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ യൂണിവേഴ്സ് അത് തെളിയിക്കാൻ ഒരു ചാൻസ് നിങ്ങൾക്ക് തരും. പിന്നെ നിങ്ങൾ അടുത്തതായി സൂക്ഷിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ നമുക്ക് സർട്ടൻ ബൗണ്ടറീസസ് ഉണ്ടാവും അല്ലേ, നമ്മൾ കീപ്പ് ചെയ്യേണ്ട ചില അതിർവരമ്പുകൾ ഉണ്ടാവും. അപ്പോൾ ആ ബൗണ്ടറീസിൽ നിന്നുകൊണ്ട് നിങ്ങൾ അവരുമായിട്ടൊരു റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ഒരു കോൺവെർസേഷനോ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ വീടിൻ്റെതായ ചില ചിട്ടകളും രീതികളും ഉണ്ടാവും. അവിടെ കയറി ചെന്ന് നമ്മൾ ഓവർ ഫ്രീഡം എടുത്ത് നമ്മളുടേതായ രീതിയിൽ ഒരിക്കലും നമ്മൾ ആ വീടിനെയോ ആ വീട്ടുകാരോടോ പെരുമാറാതിരിക്കുക. കാരണം നമ്മളൊരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ അവരുടെ വീടിൻ്റെതായ രീതികൾ നമ്മൾ ജസ്റ്റ് ഒരു 5% നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആൻഡ് അവർ നമ്മളിലേക്ക് കീപ്പ് ചെയ്ത ബൗണ്ടറി എന്താണെന്നുള്ളത് കുറച്ച് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുക. ആൻഡ് ഓവർ ഫ്രീഡം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ആ വീട്ടിലേക്ക് നമ്മളെ ക്ഷണിക്കാൻ അവർ ശരിക്കും മടിക്കുന്നതാണ്. സോ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ബൗണ്ടറീസസ് നമ്മൾ കീപ്പ് ചെയ്യുക. അതേപോലെ തന്നെ അവർ നമ്മളിലേക്ക് സെറ്റ് ചെയ്ത ബൗണ്ടറീസസ് നമ്മൾ റെസ്പെക്ട് ചെയ്തുകൊണ്ട് ആ റിലേഷൻഷിപ്പും കോൺവെർസേഷനും നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോകേണ്ടതാണ്. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, നിങ്ങൾ കീപ്പ് ചെയ്യേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും മറ്റൊരാളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ വേറെ കോണ്ടാക്ട്സിലുള്ള ആൾക്കാരുടെ സീക്രട്സ് അല്ലെങ്കിൽ കോൺഫിഡൻഷ്യലായ മാറ്റേഴ്സ് നിങ്ങൾ ഗസ്റ്റായി കയറി ചെല്ലുന്ന വീട്ടിലെ ആൾക്കാരോട് ഷെയർ ചെയ്യാതെ ഇരിക്കുക. കാരണം സീക്രട്ട് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ അത് രഹസ്യമായി സൂക്ഷിക്കേണ്ട മാറ്ററാണ് എന്നുള്ളതാണ്. സോ നിങ്ങളുടെ കയ്യിൽ ആരുടെയെങ്കിലും സീക്രട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ നാളെ ഗസ്റ്റായി കയറി ചെല്ലുന്ന വീട്ടിൽ അത് റിവീൽ ചെയ്യാതെ ഇരിക്കുക. അപ്പോൾ ആ വ്യക്തിക്ക് നമ്മളോട് ഒരു മതിപ്പ് അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റിയോട് അവർക്കൊരു റെസ്പെക്റ്റ് ഉണ്ടാവും. സോ ഇതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് പോയിന്റ്സ് കവർ ചെയ്തുള്ളൂ. എൻ്റെ മനസ്സിൽ വന്ന പോയിന്റ്സാണ് ഞാൻ കവർ ചെയ്തത്. എനിക്കറിയാം ഇതല്ലാതെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാമെന്നുള്ളത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഒരു പാർട്ട് 2 നമ്മൾ എടുക്കാം. അതിൽ നിങ്ങളുടെ ആശയം എനിക്ക് അത്യാവശ്യമാണ്. അപ്പം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഈ ടോപ്പിക്കിനെ പറ്റിയിട്ട് ഫീൽ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്യണം എന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഉറപ്പായും നിങ്ങളെ രേഖപ്പെടുത്തും. നിങ്ങളുടെ എല്ലാ കമൻസും നമുക്ക് ഏറ്റവും കൂടുതൽ വാല്യുബിൾ ആണ്. കാരണം അതെല്ലാം എനിക്കൊരു സജഷൻ ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. സോ ഇതിൻ്റെ ഒരു പാർട്ട് 2 വേണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ പറയൂ, നമ്മൾ ചെയ്യുന്നതായിരിക്കും. ആൻഡ് അത് നമ്മൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഐഡിയാസും നിങ്ങളുടെ ഒരു വ്യൂ പോയിന്റ് ഈ ടോപ്പിക്കിനോട് ഉള്ളതും നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. സോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കൂ, ഹെൽത്തി ആയിട്ടിരിക്കും. പിന്നെ നമ്മുടെ മൈൻഡ് എന്നും ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കും. പുതിയ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഹോപ്പ് ചെയ്യൂ. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ഇടൂ. ആൻഡ് താങ്ക് യു ഓൾ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.